നമസ്കാരം, ഓപ്പൺ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. മദ്യലഹരിയിൽ പോലീസ് ഉദ്യോഗസ്ഥർ വാഹനമോടിച്ച സംഭവം അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക്. SPC പേരാവൂർ സബ് ഡിവിഷനിലെ കേഡറ്റുകളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡ് പേരാവൂർ സെന്റ് ജോസഫ് HSS ഗ്രൗണ്ടിൽ നടന്നു. കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി അനൂജ് പാലിവാൾ സല്യൂട്ട് സ്വീകരിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള, അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരേ സമയം SIT-യുടെ ചോദ്യമുനയിൽ. തമിഴ്നാട്ടിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപ് കാണാതായ വനിതാ ഡോക്ടറെ കൊച്ചിയിൽ നിന്ന് കണ്ടെത്തി കുടുംബത്തിനൊപ്പം തിരിച്ചയച്ച് പോലീസ്. ഇരിട്ടിയിൽ തൊഴിലുറപ്പിനിടെ ഉച്ചഭക്ഷണം കഴിച്ച തൊഴിലാളികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റു. 24 തൊഴിലാളികൾക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. കേളകം സെന്റ് തോമസ് HSS സ്കൗട്ട് ആൻഡ് ഗൈഡ് തടയണ നിർമ്മിച്ചു. 1200 പേർ കയറേണ്ട കോച്ചിൽ 5000 പേർ. ഇത് മരണക്കെണി. മുംബൈ ലോക്കലിലെ തിരക്കിനെ വിമർശിച്ച് യുവതി. UDF യാത്ര വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചെന്ന് MV ഗോവിന്ദൻ. തിരിച്ചടിച്ച് സതീശൻ. ശബരിമല സ്വർണ്ണക്കൊള്ള, വരവിൽ കവിഞ്ഞ സ്വത്തെന്ന സംശയം. മൂരാരി ബാബുവിനെതിരെ പിടിമുറുക്കി വിജിലൻസ്. കൊച്ചിയിൽ സ്കൂൾ വാഹനങ്ങളിൽ റൂറൽ ജില്ലാ പോലീസിന്റെ മിന്നൽ പരിശോധന. ഒറ്റ ദിവസം കൊണ്ട് 478 വാഹനങ്ങളാണ് പരിശോധിച്ചത്. മകന്റെ വിവാഹ ഒരുക്കങ്ങൾക്കിടെ അച്ഛന് നെഞ്ചുവേദന. ആലപ്പുഴയിൽ 62കാരൻ കുഴഞ്ഞു വീണു മരിച്ചു. ശിവപ്രസാദാണ് കുഴഞ്ഞു വീണു മരിച്ചത്. കളമശ്ശേരി കിൻഫ്ര ഹൈടെക് പാർക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനിയിൽ ഭക്ഷ്യവിഷബാധ. ഉച്ചഭക്ഷണം കഴിച്ച 70ഓളം പേർക്കാണ് ഭക്ഷ്യവിഷബാധയേറ്റത്. തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ വീട്ടമ്മയ്ക്ക് ഗുരുതര പരിക്ക്. നാദാപുരം ചെക്യാട് സ്വദേശി തറവട്ടത്ത് സുബൈദയ്ക്കാണ് പരിക്കേറ്റത്. കൊല്ലത്ത് മോഷണം പോയ ബൈക്കിന് ഗതാഗത ലംഘനത്തിന് വീണ്ടും ഉടമയ്ക്ക് പിഴ. പാരിപ്പള്ളി സ്വദേശി സിജോയ്ക്കാണ് വീണ്ടും ചലാൻ ലഭിച്ചത്. കൂത്തുപറമ്പ് സീറ്റിൽ സഫാരി സൈനുൽ ആബിദിനെ പരിഗണിക്കാൻ മുസ്ലിം ലീഗ്. ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി സൗദി അറേബ്യയിൽ മരിച്ചു. അരീക്കൽ സ്വദേശി അബ്ദുൾ റഷീദാണ് മരിച്ചത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് കൂട്ടാൻ തന്ത്രങ്ങളുമായി BJP. രാഷ്ട്രീയ വോട്ടുകൾക്ക് പുറമെ 10% വോട്ട് ഉയർത്തണമെന്നാണ് ദേശീയ അധ്യക്ഷൻ നിതിൻ നബിയുടെ നിർദ്ദേശം. SIR ജോലി സമ്മർദ്ദം മൂലം വീണ്ടും BLO ജീവനൊടുക്കിയെന്ന് പരാതി. പറവൂർ മുത്തക്കുന്നം സ്വദേശിയും കോളേജിലെ ക്ലർക്കുമായ ഷിജിയാണ് മരിച്ചത്. വിശപ്പ് രഹിത ഇരിട്ടി അന്നം അഭിമാന പദ്ധതിയിലേക്ക് ഭക്ഷണം നൽകി കേബിൾ TV ഓപ്പറേറ്റേഴ്സ്. പേരാമ്പ്രയിൽ വീടിനകത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് കവർച്ചാശ്രമം. അമ്മയ്ക്കും കുഞ്ഞിനും പരിക്ക്. വിമാനം വഴി 23 കോടിയുടെ ഹൈഡ്രോ കഞ്ചാവ് കടത്ത്. IT ജീവനക്കാരായ 6 മലയാളി യുവാക്കൾ അറസ്റ്റിൽ. 1995-ലെ വ്യാജരേഖ ചമച്ച കേസിൽ ബീഹാർ MP പപ്പു യാദവ് അറസ്റ്റിൽ. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി പദ്ധതിക്ക് ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടും. കേരള രാഷ്ട്രീയത്തിൽ പുതിയ പോർമുഖം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക സംഘടനകളായ കിഫ മത്സരത്തിന് 30 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ. മോൺസൺ മാവുങ്കൽ സുപ്രീം കോടതിയിൽ. ബലാത്സംഗ കേസിൽ വിചാരണ തടയണമെന്നാവശ്യം ഹർജി സമർപ്പിച്ചു. കോഴിക്കോട് പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ ശേഷം നാടുവിട്ട പ്രതിയെ മഹാരാഷ്ട്രയിൽ നിന്ന് പിടികൂടി. കോഴിക്കോട് മാലൂർക്കുന്ന് പോലീസ് ക്യാമ്പസ് ഹൗസിനു സമീപം ചെങ്കുത്തായ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ താഴ്ചയിലേക്ക് മറിഞ്ഞ് അച്ഛനും മകളും മരിച്ചു. ബാങ്കിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്ത യുവതി അറസ്റ്റിൽ. അടിമാലി സ്വദേശി അനുഷയെയാണ് പോലീസ് ഡൽഹിയിൽ നിന്ന് പിടികൂടിയത്. കൊട്ടിയൂർ സ്വദേശി മരത്തിൽ നിന്ന് വീണ് മരിച്ചു. കൊട്ടിയൂർ നെല്ലിയോടി കല്ലംതോട് ഉന്നതിയിലെ സോമനാണ് മരിച്ചത്. 53 വയസ്സായിരുന്നു. പേരാവൂർ തെരുവിലെ ചൂളിയാടൻ പ്രകാശൻ നിര്യാതനായി. 56 വയസ്സായിരുന്നു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ഗ്രാമിന് 265 രൂപ കൂടി 14,355 രൂപയും പവന് 2,120 രൂപ കൂടി 1,14,840 രൂപയുമായി. വെള്ളിക്ക് 285 രൂപയുമായി. കേളകത്തെ ഇന്നത്തെ വില നിലവാരം. റബ്ബർ 206, ലോട്ട് 191, ഒട്ടുപാൽ 130, കുരുമുളക് 680, അടയ്ക്ക 400, കശുവണ്ടി 162, തേങ്ങ 62, കാപ്പിക്കുരു 210, ചിരട്ടപ്പാൽ 117. ഇതോടുകൂടി ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി. വാർത്തകളും വിശേഷങ്ങളും ഇനി ഓപ്പൺ ന്യൂസിലൂടെ. ഓപ്പൺ ന്യൂസ് 24.